വീഡിയോ പറയുന്നത് മാംഗോ പിക്കിൾ. ഐ ആം സോ ഹാപ്പി ഫസ്റ്റ് ടൈം ഡ്യൂട്ടി. ഇംഗ്ലീഷ് മനസ്സിലായി പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാങ്ങ അച്ചാർ ഇടാൻ പോണത്. എന്തായാലും അടിപൊളി. അത് മാത്രമല്ല എനിക്ക് ഇവിടെ സ്പെഷ്യലും ഉണ്ട്. ഞാൻ അടിപൊളി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് മാംഗോ പിക്കിൾ. ഫസ്റ്റ് നമ്മൾ മാങ്ങ അരിയ കേട്ടോ, മാങ്ങ അരിയാണ് ഇപ്പോൾ. അപ്പോൾ ഗൈസ് അപ്പം ഒരു യെല്ലോ ഷെയ്ഡായിട്ട് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇതിപ്പോൾ ശരിക്കും പറയും ഇപ്പോൾ ഉപ്പും മുളകും വെളിച്ചെണ്ണൊക്കെ വെച്ചിട്ട് തിന്നണ ഒരു തട്ട മാങ്ങ. ഞാനതിട്ടിട്ട് അച്ചാറിട്ടു ഗൈസ്. അച്ചാർ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അച്ചാറിട്ടപ്പോൾ. അപ്പം റെസിപ്പി ഇനി തുടങ്ങാൻ പോകണുള്ളൂ. തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ മാംഗോ അരിയാണ്. ഇത് പിന്നെ ക്യാമറ ഞാനായിട്ട് എടുത്തത്, അതുകൊണ്ട് തെറ്റില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാങ്ങ കരിയുണ്ട് കേട്ടോ. നല്ല രസത്തിന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല എന്ത് മുഞ്ചാലേ മാങ്ങ അടിപൊളി ഇരിക്കും കേട്ടോ. നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ വേഗം നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ കരിഞ്ഞ് കഴിഞ്ഞ് എന്നിട്ട് നമ്മളിപ്പോൾ ഉപ്പ് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ തിളച്ചിട്ട് ഒരു തുള്ളി കുറച്ച് ആറിയിട്ടുള്ള ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കല്ലുപ്പ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഉപ്പിടാം, പൊടിപ്പിടാം, കല്ലുപ്പിടാം. ഞാൻ ഇപ്പോൾ ഇടുന്ന കല്ലുപ്പാട്ടോ. കല്ലുപ്പിട്ടുണ്ട് നല്ല അടിപൊളി കുറച്ച് കല്ലുപ്പിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാണ്. ഞാൻ അതിൽ തുള്ളി ചൂടുവെള്ളം ഒഴിച്ചാണ് കേട്ടോ അലിഞ്ഞ പോലെ ഇരിക്കുന്നത്. നല്ല അപ്പം നമുക്ക് കല്ലുപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളിതാ മാങ്ങ കുറച്ച് നേരം അതിലിട്ട് ഇങ്ങനെ നല്ല ചൂടാക്കി തൊടാനും കൂടി പറ്റണില്ല ഗൈസ് വെള്ളം. നമുക്കത് ഇങ്ങനെ ചൂടായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അച്ചാറിടുമ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കുറച്ചിടാൻ പറയുന്നത്. തിളപ്പിച്ചിട്ടല്ല, ചൂടുവെള്ളത്തിൽ തിളപ്പിക്കൊന്നും വേണ്ട. നമ്മൾ അടുപ്പത്തിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടാൽ മതി. ഇപ്പോൾ വെള്ളം ഞങ്ങൾ നല്ല ചൂട് വെള്ളത്തിൽ കേട്ടോ, പ്ലെയിൻ വാട്ടറിൽ ബോയിൽ ചെയ്ത് വാട്ടർ കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഇനി ഒരു 15 മിനിറ്റ് കേട്ടോ വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു 10 മിനിറ്റോടൊക്കെ വെച്ചിട്ടുള്ളൂ. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് 10 മിനിറ്റോ ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഞാൻ ഒന്നും കൂടി പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് റെസിപ്പീസ് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് നമ്മളിലുള്ളത് വിനാഗിരി ഉണ്ട്. ഞാൻ അത് കാണിച്ചത്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ, വറ്റൽമുളക് 2 എണ്ണം ആക്കി. ഇത് ഉലുവ കേട്ടോ. 2 വറ്റൽമുളക് നടുകീറിയതാണ് കേട്ടോ ഇതത്. പിന്നെ കറി ലീഫ്, കല്ലുപ്പ്, മുളക്, ഇത്രയും. പിന്നെ വിനാഗിരി ഉണ്ട് കേട്ടോ. പിന്നെ മാങ്ങ 2 എണ്ണം ഞാൻ അതിലോട്ട് വെച്ചാണ്. നമ്മൾ മാങ്ങ ഊറ്റി എടുത്തിട്ട് വേണം കേട്ടോ, വെള്ളം ഊറ്റി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളിതാ ഇടാൻ പോവാണ്, മാങ്ങച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. ഇതിപ്പോൾ ക്യാമറ എടുത്തിരുന്നത് ഉപ്പച്ചി ആട്ടാ. അപ്പം ഈ ക്യാമറ എടുത്തിരുന്ന ഉപ്പച്ചിക്ക് നമുക്കൊരു ക്രെഡിറ്റ് കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ ആ ക്യാമറ എടുത്തിരുന്ന ഉപ്പച്ചിക്ക് ഒരു ക്രെഡിറ്റ്.
ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ ഇപ്പോൾ ഒഴിച്ച് വെളിച്ചെണ്ണയാണ്. പിന്നെ ഇതാ ഉലുവ ഇട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉലുവ ഇട്ടിരുന്നത്. കടുക് ഇടുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടത് ഉലുവയാണ്. അപ്പോൾ ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പൊട്ടിത്തെറിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പേടിച്ചു. ഫസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പിടിച്ചു. പിന്നെ ഇതാ വറ്റൽമുളക് ഇട്ടു കേട്ടോ. വറ്റൽമുളക് കുറേ വറ്റൽമുളക് എടുത്തു. വറ്റൽമുളക് ഇട്ടു. പിന്നെ നമ്മൾ മറ്റേതുണ്ടല്ലോ ഉലുവ കുറച്ച് അല്ലിരിക്കണേന്ന് കുറച്ച് ഇരുന്നിട്ടുണ്ടെങ്കിലും കേട്ടോ. അങ്ങനെ ഉലുവ ഇട്ടും വറ്റൽമുളക് ഇട്ടും നമ്മൾ പിന്നെ കറി ലീഫ് അറിയാമല്ലോ, കറിവേപ്പിൻ്റെ ഇല അത് ഇട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊരു കൈ വരുന്ന ഇപ്പാടാണ് നോക്കട്ടെ കേട്ടോ. നമ്മളിപ്പോൾ റെസിപ്പി മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ആക്കട്ടുണ്ട് നല്ല ഇപ്പം ക്ലിയർ വന്നില്ലേ, നേരത്തെ ക്ലിയർ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉപ്പിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടപ്പോഴാണ് ഇടാറ്. ശരിക്കും പൊടിപ്പുണ്ട് കേട്ടോ. ഞാൻ കല്ലുപ്പ് ഇട്ടോണ്ടാണ് അങ്ങനെ പൊട്ടിത്തെറിച്ചത്. പൊട്ടിത്തെറിച്ചിട്ടില്ല, ചെറുതായിട്ടൊരു ഇത് വന്നത് കേട്ടോ. പൊടിപ്പാണ് വേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് കല്ലുപ്പ ഉള്ളതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് നല്ലത് ഇട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതും ഇട്ടു. നല്ലപോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. മിക്സ് ചെയ്യണം കുറച്ച് നേരം. പിന്നെ കടുക് ഇടാൻ കേട്ടോ. ഞാൻ കടുക് ഇട്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ കടുക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടുക കേട്ടോ. ആ ഇട്ടവർക്ക് ഇടാം. ഞാൻ ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്, മുൻകൂട്ടി പറഞ്ഞത് അതാണ്. പിന്നെ വിനാഗിരി ഒഴിച്ച് നമുക്ക് വിനാഗിരി ഒഴിക്കുമ്പോൾ പൊതുവേ കടുക് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ അതാ മാങ്ങ ഇട്ടു. മാംഗോ നമ്മളെ താരമായ മാംഗോ ആടിയത്. നമ്മളിത് മാംഗോ അച്ചാറിന് മാത്രമല്ല കേട്ടോ, ഇതേ റെസിപ്പി ഫോളോ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ പപ്പായ അച്ചാറിനൊക്കെ ഇതേ സെയിമാണ്. മാംഗോ ഉള്ള പയറ് പപ്പായ ഇട്ടാൽ മതി. അങ്ങനൊക്കെ ഇതാണ് നല്ല അടിപൊളി കേട്ടോ. ഇപ്പം തന്നെ നല്ല പടം വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ഇത് പാക്കിട്ട് തിളക്കിയപ്പോൾ നല്ല പടം വരുന്നുണ്ട്. നല്ല പടം. സോറി ഗൈസ്, അത് ഇവിടെ പറഞ്ഞാണ്, ഞങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. അത് താത്താനോട് പറഞ്ഞ കേട്ടോ. താത്ത എടുത്തിട്ടുണ്ട് വേറെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യണം, അതുകൊണ്ട് പറയണേ. നമുക്ക് വിഷയത്തിൽ തന്നെ പറഞ്ഞേ. ഇന്ന് നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടോ. മാങ്ങ ഇട്ട് നല്ല പോലെ ഇളക്കി. പിന്നെ അപ്പിട്ടത് കല്ലുപ്പാണ് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ഇതിൽ നോക്കിയപ്പോൾ ഇത് നല്ല ഉണ്ടാവുകൊണ്ട് ഒരു പൊടി ഉപ്പിട്ടാണ് കേട്ടോ. വേറെ ഒന്നും അല്ല. ഞാൻ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ്, നല്ല മടക്കേര്. ഞാൻ ഒരു കഷ്ടം എടുത്ത് നോക്കിയിട്ട് അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട് മനസ്സിലായി. അപ്പോൾ ഇത് സത്യം പറയാനുള്ളത് ഞാൻ ഒരു ഉണ്ടാക്കിയ റെസിപ്പി കേട്ടോ. അത് ഇങ്ങനൊന്നല്ല മാങ്ങാച്ചാർ ഉണ്ടാക്കുക, ഇങ്ങനെയാണ്. പക്ഷേ ഇതേ ഒരു ഫോളോയിങ്ങിലാണ്. കുറച്ച് സാധനങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളവർക്ക് ആഡ് ചെയ്യാം. ഞാനത് പിന്നെ ഒരു രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല തിളച്ച് കയറിയിട്ടില്ലേ. പിന്നെ നല്ല ഈ മാങ്ങ വേവുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം പഴുത്തൊരു മാങ്ങയാണെങ്കിൽ വേവാണ്. നന്നും വേവിച്ചിട്ടുണ്ടെങ്കിൽ വേവ് ഈ ഒരു വേവിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പുറത്തിട്ടോ. മഴ മുങ്ങോട്ട് മാങ്ങ പുറത്ത് പോയി. അപ്പം എൻ്റെ വായിക്കരാക്കിയിട്ട് ഞാൻ കുഴപ്പമില്ല. ഇതാ നമ്മൾ മാങ്ങ അച്ചാർ ജാറിലോട്ട് മാറ്റും കേട്ടോ. ജാറിലോട്ട് നല്ല രസം. ജാറിലോട്ട് മാറ്റാനാണ് ഇപ്പം ഇന്നമ്മേട്ട് എടുത്തിരുന്നത്. ജാറിലോട്ട് മാറ്റണം ഇന്നമ്മേനെ എടുത്തിരുന്നത് കേട്ടോ. എനിക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് സൗണ്ടിനൊരു കുറവ് വരുന്നത്. ഇപ്പോൾ നല്ല പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അച്ചാറും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ചോറിന് ഒരു അച്ചാറും കൂടി അടിപൊളിയായിട്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ
അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കേൾക്കാൻ നിങ്ങളൊക്കെ അഭിപ്രായം പുറത്തുനിന്നുള്ള വീട്ടിൽ കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അച്ചാർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. ഞാൻ തിന്നിട്ട് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നീട് ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ ടാറ്റ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.